വർഷം 2020 നവംബർ 27. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ നിന്നും അകലെയുള്ള ഒരു ഹൈവേയിലൂടെ കനത്ത സുരക്ഷയോടെ ഒരു കറുത്ത കാർ കടന്നുപോകുന്നു. ആ കാറിലുണ്ടായിരുന്നത് സാധാരണക്കാരനായ ഒരു വ്യക്തിയായിരുന്നില്ല. ഇറാന്റെ രഹസ്യ ആണവ പദ്ധതിയുടെ തലവൻ, അവരുടെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞൻ മൊഹ്സൻ ഫക്രിസാദെ. പെട്ടെന്ന് റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ഒരു പിക്കപ്പ് ട്രക്കിൽ നിന്നും ആ കാറിന് നേരെ വെടിയുണ്ടകളുടെ മഴ പെയ്യുന്നു. വെറും 3 മിനിറ്റ് നീണ്ടുനിന്ന ആ ആക്രമണത്തിൽ ഇറാന്റെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞൻ കൊല്ലപ്പെടുന്നു. എന്നാൽ ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചത് ആ കൊലപാതകമായിരുന്നില്ല. ആ കാറിന് നേരെ വെടിയുതിർത്തത് അവിടെ ഒളിച്ചിരുന്ന ഒരു കൊലയാളിയായിരുന്നില്ല, മറിച്ച് മനുഷ്യന്റെ സഹായമില്ലാതെ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അകലെയിരുന്ന് സാറ്റലൈറ്റ് വഴി നിയന്ത്രിക്കുന്ന ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മെഷീൻ ഗണ്ണായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ രഹസ്യാന്വേഷണ ഏജൻസിയായ ഇസ്രയേലിന്റെ മൊസാദായിരുന്നു ഈ ഞെട്ടിക്കുന്ന ഓപ്പറേഷന് പിന്നിൽ. എന്തിനാണ് ഇസ്രയേൽ ഇത്രയും വലിയൊരു റിസ്ക് എടുത്ത് ഇറാന്റെ ശാസ്ത്രജ്ഞനെ കൊലപ്പെടുത്തിയത്? അതിനുള്ള ഉത്തരം അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ഉറക്കം കെടുത്തുന്ന ഒരൊറ്റ ചോദ്യത്തിലാണ് കിടക്കുന്നത്. ഇറാന്റെ കയ്യിൽ ലോകം ഭയക്കുന്ന ആ വിനാശകാരിയായ ആയുധം ഉണ്ടോ? അതെ, ന്യൂക്ലിയർ ബോംബ്. ലോകമിന്ന് ഏറ്റവും കൂടുതൽ ഭയക്കുന്ന ആ വലിയ രഹസ്യത്തിന്റെ ചുരുളുകൾ. വെൽക്കം ടു തെക്കിനി ഫാക്ട്സ്. ഇറാന്റെ ആണവ പദ്ധതിയുടെ കഥ ആരംഭിക്കുന്നത് ഇന്നോ ഇന്നലെയോ അല്ല. ഏറ്റവും രസകരമായ കാര്യമെന്താണെന്നാൽ, ഇറാന് ആദ്യമായി ന്യൂക്ലിയർ സാങ്കേതിക വിദ്യ നൽകിയത് ഇന്ന് അവരുടെ ഏറ്റവും വലിയ ശത്രുവായ സാക്ഷാൽ അമേരിക്ക തന്നെയാണ്. 1950കളിൽ ഇറാൻ ഭരിച്ചിരുന്ന ഷാ രാജാവും അമേരിക്കയും തമ്മിൽ വലിയ സൗഹൃദമായിരുന്നു. സമാധാനപരമായ ആവശ്യങ്ങൾക്ക്, അതായത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനായി അമേരിക്കയുടെ സഹായത്തോടെയാണ് ഇറാൻ അവരുടെ ആണവ പദ്ധതികൾ തുടങ്ങുന്നത്. എന്നാൽ 1979ൽ ഇറാനിൽ നടന്ന ഇസ്ലാമിക വിപ്ലവത്തോടെ കാര്യങ്ങൾ പൂർണ്ണമായും മാറിമറിഞ്ഞു. ഷാ രാജാവിനെ പുറത്താക്കി ഇസ്ലാമിക ഭരണകൂടം അധികാരത്തിൽ വന്നതോടെ അമേരിക്കയും ഇസ്രയേലും ഇറാന്റെ ഏറ്റവും വലിയ ശത്രുക്കളായി മാറി. തങ്ങൾക്ക് ചുറ്റും ശത്രുക്കളാണെന്ന് തിരിച്ചറിഞ്ഞ ഇറാൻ വലിയൊരു തീരുമാനമെടുത്തു. ഈ ലോകത്ത് തങ്ങൾക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ, ആറ്റം ബോംബ്. എന്നാൽ അമേരിക്കയുടെ കണ്ണുവെട്ടിച്ച് ലോകത്തെ ഏറ്റവും വലിയ ആയുധം എങ്ങനെ നിർമ്മിക്കും? അതിനായി അവർ കണ്ടെത്തിയ വഴിയാണ് ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചത്. ഇറാന്റെ മധ്യഭാഗത്തുള്ള നഡാൻസ്, ഫോർഡോ എന്നീ പ്രദേശങ്ങളിൽ വലിയ പർവ്വതങ്ങൾക്ക് താഴെ 100 കണക്കിനടി ആഴത്തിൽ അവർ കൂറ്റൻ ഭൂഗർഭ നഗരങ്ങൾ നിർമ്മിച്ചു. ഈ പർവ്വതങ്ങളെ തുഴച്ചു കയറാൻ അമേരിക്കയുടെ കയ്യിലുള്ള ഏറ്റവും വലിയ ബങ്കർ ബസ്റ്റർ ബോംബുകൾക്ക് പോലും കഴിയില്ല. ഈ സുരക്ഷിതമായ രഹസ്യ കേന്ദ്രങ്ങളിലാണ് ഇറാൻ തങ്ങളുടെ ആറ്റം ബോംബ് നിർമ്മാണം ആരംഭിച്ചത്. ഒരു ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിന് ഏറ്റവും അത്യാവശ്യമായി വേണ്ടത് യുറേനിയമാണ്. ഭൂമിയിൽ നിന്നും കിട്ടുന്ന സാധാരണ യുറേനിയം വെച്ച് ബോംബ് ഉണ്ടാക്കാൻ കഴിയില്ല. അതിനെ പ്രോസസ് ചെയ്ത്, അതായത് എൻറിച്ച് ചെയ്ത് എടുക്കണം. വൈദ്യുതി ഉണ്ടാക്കാൻ വെറും 3 മുതൽ 5% വരെ മാത്രം എൻറിച്ച് ചെയ്ത യുറേനിയം മതി. എന്നാൽ ഒരു ആറ്റം ബോംബ് ഉണ്ടാക്കണമെങ്കിൽ ഇത് 90% മാറ്റണം. ഇതിനായി സെൻട്രിഫ്യൂജുകൾ എന്ന് വിളിക്കുന്ന ആയിരക്കണക്കിന് യന്ത്രങ്ങൾ രാവും പകലും പ്രവർത്തിക്കണം. ഇറാന്റെ ഭൂഗർഭ ലാബിലുള്ളത് ഇത്തരം 1/4 ലക്ഷത്തോളം സെൻട്രിഫ്യൂജുകളായിരുന്നു. ഈ യന്ത്രങ്ങൾ കറങ്ങി ഇറാൻ മെല്ലെ മെല്ലെ ആറ്റം ബോംബ് എന്ന ലക്ഷ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരുന്നു. ഇസ്രയേലിനും അമേരിക്കയ്ക്കും കാര്യം മനസ്സിലായി. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ബോംബിട്ടാൽ ഭൂമിക്കടിയിലുള്ള ഈ യന്ത്രങ്ങൾക്ക് ഒരു പൊറല് പോലും ഏൽക്കില്ല. അതുകൊണ്ട് അവർ ലോകം അന്നുവരെ കണ്ടിട്ടില്ലാത്ത, വെടിയുണ്ടകളില്ലാത്ത ഒരു യുദ്ധത്തിന് തുടക്കം കുറിച്ചു, സൈബർ വാർ. 2010ൽ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ഇന്റലിജൻസ് ഏജൻസികൾ ചേർന്ന് ലോകത്തെ ആദ്യത്തെ ഡിജിറ്റൽ ആയുധം സൃഷ്ടിച്ചു, സ്റ്റക്സ്നെറ്റ് എന്ന കമ്പ്യൂട്ടർ വൈറസ്. ഇന്റർനെറ്റ് പോലും ഇല്ലാത്ത ഇറാന്റെ ഭൂഗർഭ നാവിലേക്ക് ഒരു പെൻഡ്രൈവ് വഴി ഈ വൈറസിനെ അവർ കടത്തിവിട്ടു. ആ ഒറ്റ വൈറസ് ഇറാന്റെ ലാബിലെ കമ്പ്യൂട്ടറുകളുടെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ആയിരക്കണക്കിന് സെൻട്രിഫ്യൂജ് യന്ത്രങ്ങളെ അമിത വേഗത്തിൽ കറക്കി പൊട്ടിത്തെറിപ്പിക്കുകയും ചെയ്തു. ഒരു തുള്ളി രക്തം പോലും വീഴാതെ ഇറാന്റെ ആണവ സ്വപ്നങ്ങളെ വർഷങ്ങളോളം പിന്നോട്ട് വലിക്കാൻ ഈ ഒറ്റ വൈറസിന് കഴിഞ്ഞു. എന്നാൽ ഇറാൻ അവിടെ തളർന്നില്ല. അവർ പഴയതിനേക്കാൾ വലിയ, ആർക്കും ഹാക്ക് ചെയ്യാൻ കഴിയാത്ത പുതിയ ടെക്നോളജികൾ കൊണ്ടുവന്നു. ഭൂമിക്ക് കൂടുതൽ അടിയിലേക്ക് അവർ പുതിയ ലാബുകൾ പണിതു. ഇന്ന് ഈ നിമിഷം നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ റിപ്പോർട്ടുകൾ പ്രകാരം ഇറാൻ തങ്ങളുടെ യുറേനിയം 60% എൻറിച്ച് ചെയ്തു കഴിഞ്ഞു. വെറും കുറച്ചാഴ്ചകൾ അല്ലെങ്കിൽ ദിവസങ്ങൾ
അത്രയും സമയം മാത്രം മതി ഇറാന് ഇത് 90% മാറ്റി ലോകത്തെ നശിപ്പിക്കാൻ ശേഷിയുള്ള ആറ്റം ബോംബുകൾ നിർമ്മിക്കാൻ. ഇതിനെയാണ് സൈനിക ഭാഷയിൽ ബ്രേക്ക് ഔട്ട് ടൈം എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഇറാന്റെ ബ്രേക്ക് ഔട്ട് ടൈം വെറും 2 ആഴ്ച മാത്രമാണെന്നാണ് അമേരിക്ക പറയുന്നത്. തങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവായ ഇറാന്റെ കയ്യിൽ ഒരു കാരണവശാലും ന്യൂക്ലിയർ ബോംബ് കിട്ടാൻ ഇസ്രയേൽ അനുവദിക്കില്ല. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇറാന്റെ ഈ ഭൂഗർഭ നഗരങ്ങൾക്ക് നേരെ ഇസ്രയേൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആക്രമണം നടത്തിയേക്കാം. പക്ഷേ ലോകമറിയാത്ത മറ്റൊരു സത്യം കൂടിയുണ്ട്. അതെന്താണെന്നറിയാമോ? ഇറാൻ ലോകത്തെ പറ്റിച്ച് ഇതിനോടകം തന്നെ ആറ്റം ബോംബ് നിർമ്മിച്ച് തങ്ങളുടെ ഭൂഗർഭ അറകളിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നെങ്കിലോ? അതെ, ആ ചോദ്യം ലോകത്തെ മുഴുവൻ വിറപ്പിക്കുന്നതാണ്. ഇറാൻ ഇതിനോടകം തന്നെ ഒരു ആറ്റം ബോംബ് നിർമ്മിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ? ഒരു രാജ്യം ആറ്റം ബോംബ് നിർമ്മിച്ചാൽ ലോകം അത് പെട്ടെന്ന് തന്നെ അറിയും. കാരണം അവർക്കത് പരീക്ഷിക്കേണ്ടതുണ്ട്, ന്യൂക്ലിയർ ടെസ്റ്റിംഗ്. എന്നാൽ ഇറാനിൽ അടുത്ത കാലത്തായി നടന്ന ചില ഭൂചലനങ്ങൾ ലോകരാജ്യങ്ങളെ വലിയൊരു സംശയത്തിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. ഇറാന്റെ മരുഭൂമികൾക്ക് താഴെ ജനവാസവുമില്ലാത്ത പ്രദേശങ്ങളിൽ ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ചില ദുരൂഹമായ പ്രകമ്പനങ്ങൾ. അത് ശരിക്കും പ്രകൃതിദത്തമായ ഭൂചലനങ്ങളാണോ, അതോ ആരുമറിയാതെ ഭൂമിക്കടിയിൽ വെച്ച് ഇറാൻ നടത്തുന്ന രഹസ്യ ന്യൂക്ലിയർ ബോംബ് പരീക്ഷണങ്ങളാണോ? അമേരിക്കൻ ഇന്റലിജൻസിന് പോലും ഇതിനൊരു കൃത്യമായ ഉത്തരം നൽകാൻ കഴിഞ്ഞിട്ടില്ല. ശരി, ഇറാന്റെ കയ്യിൽ ന്യൂക്ലിയർ ബോംബുണ്ടെന്ന് തന്നെ വെക്കുക. പക്ഷേ ഒരു ബോംബ് മാത്രമുണ്ടായിട്ട് കാര്യമില്ല. അത് ശത്രുവിന്റെ നെഞ്ചിലേക്ക് കൃത്യമായി എത്തിക്കാനുള്ള വാഹനം കൂടി വേണം. അതിനെയാണ് ഡെലിവറി സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ഇവിടെയാണ് ഇസ്രയേലിനും അമേരിക്കയ്ക്കും ശരിക്കും നെഞ്ചിടിപ്പ് കൂടുന്നത്. കാരണം മിഡിൽ ഈസ്റ്റിലെ തന്നെ ഏറ്റവും വലിയ ബാലിസ്റ്റിക് മിസൈൽ ശേഖരമുള്ളത് ഇറാന്റെ കയ്യിലാണ്. ഷഹാബ് 3, ഖൈബർ, ഗദർ എന്നിങ്ങനെ 2000-ലധികം കിലോമീറ്റർ ദൂരേക്ക് കുതിച്ചുപായാൻ കഴിയുന്ന ആയിരക്കണക്കിന് മിസൈലുകൾ. ഇതിന്റെയൊക്കെ അറ്റത്ത് ഇറാന് വളരെ എളുപ്പത്തിൽ ആ ന്യൂക്ലിയർ ബോംബ് ഘടിപ്പിക്കാൻ കഴിയും. പോരാത്തതിന് ശബ്ദത്തേക്കാൾ 15 ഇരട്ടി വേഗത്തിൽ സഞ്ചരിക്കുന്ന ഫത്താഹ് എന്ന ഹൈപ്പർസോണിക് മിസൈലും ഇറാന്റെ കയ്യിലുണ്ട്. ഈ മിസൈൽ ഇറാന്റെ മണ്ണിൽ നിന്നും വിക്ഷേപിച്ചാൽ വെറും 400 സെക്കൻഡ്, അതെ, വെറും 400 സെക്കൻഡുകൾക്കുള്ളിൽ അത് ഇസ്രായേലിന്റെ തലസ്ഥാനമായ ടെൽ അവീവിൽ പതിച്ചിരിക്കും. ഇസ്രായേലിന്റെ ലോകപ്രശസ്തമായ അയൺ ഡോം സിസ്റ്റത്തിനു പോലുമോ അമേരിക്കൻ റഡാറുകൾക്ക് പോലുമോ ഇതിനെ ആകാശത്തു വെച്ച് തടഞ്ഞു നിർത്താൻ കഴിയില്ല. ഇതെല്ലാം കണ്ട് ഇസ്രയേൽ വെറുതെ നോക്കി നിൽക്കുമോ? ഇല്ല. തങ്ങളെ ഭൂപടത്തിൽ നിന്ന് തന്നെ ഇല്ലാതാക്കാൻ ഇറാൻ ഒരായുധം നിർമ്മിക്കുന്നത് നോക്കി നിൽക്കാൻ അവർ തയ്യാറല്ല. ഇവിടെയാണ് ഇസ്രയേലിന്റെ ചരിത്രത്തിലെ ഏറ്റവും ക്രൂരമായ ഒരു സൈനിക നയം നമ്മൾ ഓർക്കേണ്ടത്: ബിഗിൻ ഡോക്ട്രിൻ. തങ്ങളുടെ ശത്രുക്കൾ ആണവായുധം നിർമ്മിക്കാൻ ശ്രമിച്ചാൽ അത് പൂർത്തിയാകുന്നതിന് മുൻപേ അവിടെ പറന്നെത്തി ബോംബിട്ട് തകർക്കുക എന്നതാണ് ഇസ്രയേലിന്റെ രീതി. 1981-ൽ ഇറാഖിലെ സദ്ദാം ഹുസൈന്റെ ഒസിറാഖ് ന്യൂക്ലിയർ റിയാക്ടർ ഇസ്രയേൽ വിമാനങ്ങൾ തകർത്തത് ഇങ്ങനെയാണ്. 2007-ൽ സിറിയയുടെ രഹസ്യ ആണവ കേന്ദ്രവും അവർ ഒരു രാത്രി കൊണ്ട് ചാമ്പലാക്കി. ഇപ്പോൾ ഇസ്രയേലിന്റെ ലക്ഷ്യം ഇറാന്റെ പർവ്വതങ്ങൾക്ക് താഴെയുള്ള ആ രഹസ്യ നഗരങ്ങളാണ്. എന്നാൽ ഇറാഖിലും സിറിയയിലും കണ്ടതുപോലെയല്ല ഇറാന്റെ അവസ്ഥ. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ഭൂമിക്ക് താഴെ 500 അടിയിലധികം ആഴത്തിലാണ്. ഇസ്രയേലിന്റെ കയ്യിലുള്ള ഒരു ബോംബിനും അത്രയും താഴേക്ക് തുളച്ചു കയറാൻ കഴിയില്ല. ഈയൊരാക്രമണം നടത്തണമെങ്കിൽ ഇസ്രയേലിന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ബോംബ് ആവശ്യമാണ്. അമേരിക്കയുടെ കയ്യിൽ മാത്രമുള്ള സാക്ഷാൽ മാസീവ് ഓർഡിനൻസ് പെനിട്രേറ്റർ അഥവാ MOP. 14,000 കിലോ ഭാരമുള്ള ഈ ഭീമാകാരനായ ബോംബിന് 200 അടി താഴ്ചയിലുള്ള കോൺക്രീറ്റ് ബങ്കറുകളെ പോലും ഒരു കടലാസ് പോലെ തുളച്ചു കയറി നശിപ്പിക്കാൻ കഴിയും. എന്നാൽ അമേരിക്ക ഈ ബോംബ് ഇസ്രയേലിന് നൽകുമോ? അതാണ് ഏറ്റവും വലിയ ചോദ്യം. കാരണം ഈ ബോംബ് ഉപയോഗിച്ച് ഇസ്രയേൽ ഇറാന്റെ ന്യൂക്ലിയർ കേന്ദ്രങ്ങൾ തകർത്താൽ അന്നു തുടങ്ങും 3ാം ലോക മഹായുദ്ധം. അതെ, സ്വന്തം മണ്ണിൽ ഇസ്രയേൽ ഒരു ബോംബിട്ടാൽ ഇറാൻ തങ്ങളുടെ സർവ്വശക്തിയുമെടുത്ത് തിരിച്ചടയ്ക്കും. ഒറ്റ മിനിറ്റ് കൊണ്ട് മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കൻ സൈനിക താവളങ്ങൾ മുഴുവൻ ഇറാൻ മിസൈലുകൾ കൊണ്ട് ചാമ്പലാക്കും. ലെബനോണിലെ ഹിസ്ബുള്ളയും യമനിലെ ഹൂത്തികളും തങ്ങളുടെ 10,000-കണക്കിന് റോക്കറ്റുകൾ ഇസ്രയേലിലേക്ക് മഴ പോലെ പെയ്യിക്കും. അതിനേക്കാളൊക്കെ ഭയാനകമായ കാര്യം, ലോകത്തേക്ക് എണ്ണ കൊണ്ടുപോകുന്ന ഹോർമൂസ് കടലിടുക്ക് ഇറാൻ പൂർണ്ണമായും അടച്ചുപൂട്ടും. അതോടെ ലോകത്ത് പെട്രോളിനും ഡീസലിനും തീവിലയാകും.
അമേരിക്കയുടെയും യൂറോപ്പിന്റെയും എന്തിന് നമ്മുടെ ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥ പോലും വലിയൊരു തകർച്ചയിലേക്ക് കൂപ്പുകുത്തും. ഇതൊരു സാധാരണ യുദ്ധമായിരിക്കില്ല. ലോകത്തിന്റെ മുഴുവൻ ഭാവി തീരുമാനിക്കുന്ന വലിയൊരു നാശമായിരിക്കും അത്. ഇന്ന് മിഡിൽ ഈസ്റ്റ് നിൽക്കുന്നത് ഒരു അഗ്നിപർവ്വതത്തിന് മുകളിലാണ്. ഇറാന് ഒരു ന്യൂക്ലിയർ ബോംബ് കിട്ടിയാൽ അവരുടെ പവറോടുകൂടി നിൽക്കാൻ സൗദി അറേബ്യയും തുർക്കിയും നാളെ ആണവായുധങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങും. അത് ലോകത്തെ വീണ്ടും ഒരായുധ മത്സരത്തിലേക്ക് തള്ളിവിടും. മറുവശത്ത് ഇത് തടയാൻ ഇസ്രയേൽ ഒരാക്രമണം നടത്തിയാൽ അത് മിഡിൽ ഈസ്റ്റിനെ ഒന്നടങ്കം കത്തിച്ചാമ്പലാക്കും. ഈ രണ്ട് രാജ്യങ്ങൾക്കും മുന്നിൽ ഇനി ഏതു വഴിയാണ് ബാക്കിയുള്ളത്? കാലത്തിനു മാത്രം ഉത്തരം നൽകാൻ കഴിയുന്ന വലിയൊരു സമസ്യയാണിത്. ഒരു ഹോളിവുഡ് ത്രില്ലറിനെ വെല്ലുവിളിക്കുന്ന ഈ രാഷ്ട്രീയ നാടകത്തെക്കുറിച്ച് നിങ്ങൾക്കെന്തു തോന്നുന്നു? ഇറാന്റെ കയ്യിൽ ന്യൂക്ലിയർ ബോംബ് ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഈ വലിയ ഡോക്യുമെന്ററി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ലോകത്തെ ഞെട്ടിക്കുന്ന ഇത്തരം രഹസ്യങ്ങൾ വളരെ ലളിതമായി കൃത്യമായി മനസ്സിലാക്കാൻ ദ തെക്കിനി ഫാക്ട്സ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു കിടിലൻ വീഡിയോയുമായി കാണാം. ബൈ.